നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. 22 മണിക്കൂറിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പറന്നു. ചൊവ്വാഴ്ച രാത്രി 8:40 ദുബായ് രാജ്യാന്തര വിമാനത്താവളം ടെർമിനൽ 2 നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന IX 540 വിമാനമാണ് യാത്രക്കാരുടെ കൃത്യമായ കാരണം വ്യക്തമാക്കാതെ യാത്രക്കാരുടെ സഹനശക്തി പരീക്ഷിച്ചത്. ഇതുമൂലം രോഗികളും സ്ത്രീകളും വയോധികരും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിലാവുകയായിരുന്നു. ഈ വിമാനത്തിൽ യാത്ര ചെയ്യാനായി ആളുകൾ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയെങ്കിലും വിമാനത്താവളത്തിലെത്തിയിരുന്നു. ഇതിൽ 2 പ്രാവശ്യം ഹൃദയാഘാതം സംഭവിച്ച 84 വയസ്സുകാരനും ഭാര്യാപിതാവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ 4 ദിവസത്തെ അടിയന്തര അവധിക്ക് പോകുന്ന യുവാവും 10 ദിവസത്തെ അവധിക്ക് പോകുന്ന യുവതിയും ഉണ്ടായിരുന്നു. മിക്ക യാത്രക്കാരും 20,000 രൂപയിലേറെ മുതൽ നിരക്ക് നൽകിയാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ബോർഡിംഗ് കഴിഞ്ഞ ശേഷമായിരുന്നു വിമാനം 1 മണിക്കൂർ വൈകി മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചത്. പിന്നീട് രാത്രി 10:45 പുറപ്പെടുക എന്നറിയിച്ചു. എന്നാൽ അതോടെ അക്ഷമരായ യാത്രക്കാർ ബഹളം വച്ചതിനെ തുടർന്ന് എയർ ഇന്ത്യ അധികൃതർ ചർച്ച നടത്തി. വൈകിട്ട് 3:03 മാത്രമേ പോവുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് യാത്രക്കാർക്ക് ഹോട്ടലിൽ താമസ സൗകര്യവും ഭക്ഷണവും നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 വിമാനം പുറപ്പെടുകയുള്ളൂ എന്ന് പിന്നീട് അറിയിച്ചത്. രോഗികൾക്ക് മരുന്ന് കഴിക്കാൻ സാധിക്കാത്തതും കുട്ടികൾക്കും സ്ത്രീകൾക്കും മറ്റും മാറ്റാൻ വസ്ത്രമില്ലാത്തതും പ്രയാസം സൃഷ്ടിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സൈനിക സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ വൈകുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ തുടങ്ങിയ വിമാനങ്ങളിലേക്ക് കൃത്യസമയത്ത് സർവീസ് നടത്തുമ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിന് മാത്രം എന്താണ് കുഴപ്പമെന്നായിരുന്നു യാത്രക്കാരുടെ ചോദ്യം. ഒടുവിൽ വലിയൊരു പരീക്ഷണത്തിന് ശേഷമായെങ്കിലും നാട്ടിലെത്തിയ സന്തോഷത്തിൽ തന്നെയാണ് യാത്രക്കാർ. കൃത്യമായ കാരണമില്ലാതെ യാത്ര വൈകിയതിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അധികൃതർ പരാതി നൽകുമെന്നാണ് യാത്രക്കാർ പറഞ്ഞത്. 2 പ്രാവശ്യം ഹൃദയാഘാതം സംഭവിച്ച 84 വയസ്സുകാരനും ഭാര്യാപിതാവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ 4 ദിവസത്തെ അടിയന്തര അവധിക്ക് പോകുന്ന യുവാവും 10 ദിവസത്തെ അവധിക്ക് പോകുന്ന യുവതിയും അടക്കമാണ് ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. പലരും 20,000 രൂപ മുതൽ നൽകിയാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ബോർഡിംഗ് കഴിഞ്ഞ ശേഷമായിരുന്നു വിമാനം 1 മണിക്കൂർ വൈകി മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് ഈ അധികൃതർ അറിയിച്ചിരുന്നത്. പിന്നീട് രാത്രി 10:45 പുറപ്പെടുക എന്നും അറിയിച്ചു. എന്നാൽ ഇതോടെ അക്ഷമരായ യാത്രക്കാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് എയർ ഇന്ത്യ അധികൃതർ ചർച്ച നടത്തിയത്. യാത്രക്കാർക്ക് ഹോട്ടലിൽ താമസ സൗകര്യവും ഭക്ഷണവുമൊക്കെ നൽകിയിരുന്നു. എന്നാൽ വൈകിട്ട് 6:30 വിമാനം പുറപ്പെടും എന്നാണ് ഏറ്റവും ഒടുവിൽ ഇവരെ അറിയിച്ചിരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സൈനിക സംഘർഷം തുടർന്ന സാഹചര്യത്തിലായിരുന്നു ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ വൈകുമെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയത്. ഹൃദ്രോഗിയായ വയോധികന്റേതടക്കം പലരുടെയും മരുന്നുകളൊക്കെ ലഗേജിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് യാത്രക്കാർ പ്രതികരിച്ചിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർക്കായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.